എല്ലാവർക്കും നമസ്തേ. ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന CPI-ML, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ബസവരാജുവിനെ വെടിവെച്ച് കൊന്നു. ഇയാളുടെ തലയ്ക്ക് ഛത്തീസ്ഗഡ് ഗവൺമെൻറ് 1 കോടി രൂപയായിരുന്നു വിലയിട്ടിരുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ഇയാൾ എത്രമാത്രം കൊടും ഭീകരനായിരുന്നു, കൊടും തീവ്രവാദിയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇയാളുടെ വധത്തിനെതിരെ ഇപ്പോൾ CPI ജനറൽ സെക്രട്ടറി ഡാനിയൽ രാജ രംഗത്തെത്തിയിരിക്കുകയാണ്. കാരണം CPI-യും ബ്രാക്കറ്റ് ഇല്ലാത്തതും ബ്രാക്കറ്റ് ഉള്ളതും ഒക്കെ ആയിട്ട് നിരവധി പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. അപ്പോൾ ബ്രാക്കറ്റ് ഇല്ലാത്ത പാർട്ടിയുടെ നേതാവിന് നോവും. ബ്രാക്കറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. എല്ലാവരും ഒരേ തത്വസംഹിതയും എല്ലാമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഡാനിയൽ രാജ ചെയ്തത് തെറ്റായിപ്പോയി, അങ്ങേരെ വധിച്ചത് തെറ്റായിപ്പോയി, അയാളെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കണമായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. എത്ര വലിയ ഇയാളൊരു കൊടും തീവ്രവാദി, കൊടും ഭീകരനാണ്, കമ്മ്യൂണിസ്റ്റ് തീവ്രവാദിയാണ്. അയാൾ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് രാജയ്ക്ക് നോവുന്നത്. ഇനിയിപ്പോൾ അടുത്തത് ആരുടെയാണെന്നറിയത്തില്ല. നമ്മുടെ ഈ MA ബേബിയുടെ ഇതായിരിക്കും ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഇതിനെതിരായിട്ട്. അത് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ട് രാജയുടേത് വന്നു. ഇതേപോലുള്ള കുറ്റവാളിയെ രാജയും ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, അവരുടെ ലക്ഷ്യവും ഇതെല്ലാം ഒന്ന് തന്നെ. ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് നല്ലപോലെ ഊട്ടി ഉറക്കി നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അയാളെ നല്ല ആരോഗ്യവാനാക്കി കുറേ നാൾ കഴിയുമ്പോൾ ഇയാൾ ഈ 100 കണക്കിന് ആൾക്കാരെ വധിച്ചതാണ് ഇയാൾ, ഗ്രാമീണരെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ. അതെല്ലാം മാപ്പ് നൽകി ഇയാളെ പുറത്ത് വിടുക, അതാണ് ഇവരുദ്ദേശിക്കുന്നത്. പുറത്ത് വന്നു കഴിയുമ്പോൾ ഇവരെന്തോ ചെയ്യുന്നത്? ഒന്നിൽ CPI അല്ലെങ്കിൽ CPM-ൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കും. എന്താ കഥ? നമ്മുടെ രാജ്യത്ത് എത്ര പേരെ ഒരു സാധാരണക്കാരൻ ഇതുപോലെ കൊലപാതകം നടത്തി കഴിഞ്ഞാൽ ഈ രാജ്യമൊന്നും അവർക്ക് അനുകൂലമായിട്ട് പറയത്തില്ല. അവനെ പിടിച്ച് അകത്തിടണമെന്ന് പറയും. കാരണം അവർ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തതുകൊണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് അയാളെ കുറച്ച് നല്ല ആരോഗ്യവാനാക്കിയിട്ട് അയാൾ ചെയ്ത കൊലപാതകങ്ങൾക്കെല്ലാം മാപ്പ് നൽകി പുറത്ത് വിടാനത്ര എന്തൊരു രാഷ്ട്രീയമാണ് ഇവിടുത്തെ രാജ്യത്തെ, എന്തോ നിയമമാണ്. ഈ നിയമത്തിൻ്റെ കുഴപ്പമാണിതല്ല. ഇപ്പോൾ ഈ വിദ്വാൻ ഇപ്പം സുപ്രീം കോടതി പോവുക, ഇതിനെതിരെ സുപ്രീം കോടതി പോയെന്നിരിക്കട്ടെ. സുപ്രീം കോടതി ഉടനെ അങ്ങ് ഇടപെടും. അത് ചെയ്തത് തെറ്റാണ്, മനുഷ്യാവകാശമുണ്ട്. ഇവരുടെ കൈകൾ കൊണ്ട് കൊല്ലപ്പെടുന്ന നിരപരാധികൾക്കൊരു മനുഷ്യാവകാശമില്ല. പക്ഷെ കൊല്ലുന്ന ഈ ക്രൂരന്മാർക്കും ഭീകരവാദികൾക്കും നമ്മുടെ ഇന്ത്യ മനുഷ്യാവകാശമുണ്ട്. അതാണ് ആ നിയമം മാറണം. തീവ്രവാദികൾ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ നിരോധിച്ചാൽ എന്താ കുഴപ്പം? എന്താണ് ഇവരൊക്കെ ഇപ്പം ഇങ്ങനെ ഈ ഒളിഞ്ഞും തെളിഞ്ഞ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്തുണയ്ക്കുന്നുണ്ട്. ഇവരുടെ ഉള്ളിലെ ലക്ഷ്യവും CPI ആകട്ടെ CPM ആകട്ടെ അവരുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ വിപ്ലവം നടത്തുക, അതിൽ കൂടി ഈ അധികാരം പിടിച്ചെടുക്കുക. അവരുടെ സിദ്ധാന്തം തന്നെ ഉന്മൂലനാശമാണ്. അതായത് വർഗശത്രുക്കളെ ഉന്മൂലനം ചെയ്ത് അധികാരം പിടിച്ചെടുക്കുക. രക്തരൂഷിത വിപ്ലവം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അടിസ്ഥാന തത്വം. നമ്മുടെ ഈ ഇന്ത്യയിൽ അത് സാധിക്കാത്തത് കൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടല്ല, പിന്നെ കൊച്ചു പാർട്ടികളുമുണ്ട്. അവരുടെ ആ വർഗശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള തൽക്കാലം അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് അവർ തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇവരൊന്നും ജനാധിപത്യത്തിൽ വിശ്വാസം ഉള്ളവരല്ല. ഇവർക്കൊന്നും സാധാരണ ജനങ്ങളുടെ സുരക്ഷയിൽ വിശ്വാസമില്ല. എങ്ങനെയും അധികാരത്തിൽ ഏറുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി താൽക്കാലികമായിട്ട് അവരുടെ ഉന്മൂലന സിദ്ധാന്തം മാറ്റിവെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഇത്തരം
തീവ്രവാദ സംഘടനകൾ, കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ ഇതേ രീതിയിൽ ഉദ്യോഗസ്ഥരെ കൊന്നൊടുക്കി വർഗശത്രുക്കളെ ഉന്മൂലന നാശം ചെയ്ത് അങ്ങനെ കുറേ ഭീതി ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് CPM CPI വിചാരിക്കുന്നത് അവരുടെ ഉദ്ദേശ ലക്ഷ്യം ഇവരിൽ കൂടി നേടാം എന്നുള്ള ഒരു ബോധപൂർവമായ ചിന്തയാണ് ഈ ഡാനിയൽ രാജയുടെ വാക്കുകളിൽ കൂടി നമുക്ക് മനസ്സിലാകുന്നത്. അതൊരു സന്ദേശം തന്നെയാണ്. ഞങ്ങൾ ഈ ഉന്മൂലന സിദ്ധാന്തത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. ഞങ്ങളുമായിട്ട് ഞങ്ങളുടെ അതേ തത്വസംഹിതകളുമായിട്ട് മുന്നോട്ട് പോകുന്ന നിരവധി ഗ്രൂപ്പുകൾ ഇന്ത്യയിലുണ്ട്. ഇതുമായിട്ട് മുന്നോട്ട് പോകും. അവർ ഞങ്ങൾക്കുള്ള വഴി ഒരുക്കി തരും, അധികാരത്തിലേറാനുള്ള വഴി ഒരുക്കി തരും. അതുകൊണ്ട് അത്തരക്കാരെ ഒന്നും ചെയ്യരുത് എന്നുള്ള ഒരു സന്ദേശമാണ് ഡി രാജ അയാളുടെ ആ പ്രസ്താവനയിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും നമ്മൾ അംഗീകരിക്കാൻ കഴിയില്ല. ഇതിനെ നമുക്കൊരു രീതിയിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സത്യത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്ത്, അമേരിക്കയിൽ എന്താ കമ്മ്യൂണിസം ഇല്ലാത്തത്? അവിടെ അവർ സർക്കാർ നിരോധിച്ചിരിക്കുന്നു, നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ വേണം ഇന്ത്യയിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ, ഈ കമ്മ്യൂണിസം ആ തത്വസംഹിതയുമായിട്ട് മുന്നോട്ട് പോകുന്ന പാർട്ടികളെ നിരോധിക്കുക. തികച്ചും ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ മാത്രം നമ്മൾ തിരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ പങ്കെടുക്കാൻ അനുവദിക്കുക. ഇതിന് എന്താണ് ഏകാധിപത്യമല്ലേ? പാർട്ടിക്ക് ആകെ ഒരു ജനറൽ സെക്രട്ടറി, അധ്യക്ഷനുമില്ല, ഒന്നുമില്ല, ഒരു ജനറൽ സെക്രട്ടറി. ആ ജനറൽ സെക്രട്ടറി ആയിരിക്കും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ആ ജനറൽ സെക്രട്ടറി ആയിരിക്കും സർവാധികാരി, ഏകാധിപതി. അധികാരം കിട്ടിയാൽ പോലും ഈ നിയന്ത്രിക്കുന്നത് ജനറൽ സെക്രട്ടറി. നമ്മുടെ കേരളത്തിലെ ഇത് വ്യത്യസ്തമാണെങ്കിലും കേരളത്തിൽ സംസ്ഥാന സെക്രട്ടറിക്ക് മുകളിലാണ് മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് എന്നിരിക്കലും പാർട്ടിയുടെ തത്വസംഹിത അനുസരിച്ച് ജനറൽ സെക്രട്ടറി ആയിരിക്കും പരമാധികാരി. നമുക്കൊന്ന് പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സോവിയറ്റ് യൂണിയനിൽ എന്തായിരുന്നു സംഭവിച്ചത്? ചൈനയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഉത്തര കൊറിയയിൽ എന്താണ് നടക്കുന്നത്? ജനറൽ സെക്രട്ടറിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് അവിടുത്തെ പരമാധികാരി, എല്ലാ കാര്യവും നിയന്ത്രിക്കുന്നത്. കേരളത്തിലെ നമ്മുടെ സമ്പ്രദായം ഇങ്ങനെ ആയതുകൊണ്ട് അവർ എല്ലാം ഉള്ളിൽ അടിച്ചമർത്തിക്കൊണ്ട് അവർ ഇങ്ങനെ സഹകരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇവരിൽ നിന്നൊരിക്കലും ജനാധിപത്യം പ്രതീക്ഷിക്കേണ്ട, ഇവരിൽ നിന്നൊരിക്കലും മനുഷ്യത്വം പ്രതീക്ഷിക്കേണ്ട. ഇവർ നിരപരാധികളെ കൊല്ലും, ഇവർ അവരുടെ വർഗശത്രുക്കളെ ഉന്മൂലന നാശം ചെയ്യുക എന്നുള്ള അവരുടെ ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അനുസരിച്ച് തന്നെ അവർ ലോകത്തെവിടെയാണേലും അവർ പ്രവർത്തിക്കുകയുള്ളൂ. അവർക്ക് ഇച്ചിരി ശക്തി ഉണ്ടായാൽ അവരവരുടെ തനിനിറം കാണിക്കുന്നത് തന്നെ ചെയ്യും. ഒരു തീവ്രവാദിയെ നമ്മൾ വെറുതെ വിടരുത്. ഒരുത്തനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് അവനെ കുറേ നാൾ ഊട്ടി നല്ല ആരോഗ്യവാനാക്കി മാപ്പ് നൽകി വിടേണ്ട ആവശ്യമില്ല. ഇവനൊക്കെ നിരപരാധികളുടെ തലയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനെയൊക്കെ കാണുന്ന സ്ഥലത്ത് വെച്ച് നിഷ്കരണം വധിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഇത്തരക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഭയന്ന് മാറി നിൽക്കുകയുള്ളൂ. അല്ലാതെ സമൂഹത്തിന് നിയമം അനുസരിച്ച്, രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് നിയമത്തിന് വഴങ്ങി ജീവിക്കുകയുള്ളൂ. അതിനാൽ രാജയാകട്ടെ ദേവിയാകട്ടെ ആരെന്ത് പറഞ്ഞാലും ഒരു സർക്കാർ അംഗീകരിക്കാതെ ഇത്തരക്കാരെ ഭൂമുഖത്ത് ഇല്ലായ്മ ചെയ്യുക തന്നെയാണ് വേണ്ടത്.